നമസ്കാരം. ട്രംപും നെതന്യാഹുവും കേവലം രണ്ട് യുദ്ധക്കുതിയന്മാർ മാത്രമല്ല, അധികാരത്തിൻ്റെ ഭ്രാന്ത് തലക്ക് പിടിച്ച് പരമാധികാര രാഷ്ട്രങ്ങളുടെ മേൽ കടന്നു കയറി ആധിപത്യം സ്ഥാപിച്ചു മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിനിടയിൽ തങ്ങളുടെ ലക്ഷ്യം നേടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ എന്തും ചെയ്യുന്ന മനുഷ്യർ കൂടിയാണ്. മനുഷ്യർ എന്ന പേരിന് എത്രമാത്രം അർഹരാണ് അവർ എന്ന് നമുക്കറിയില്ല. എന്തായാലും ട്രംപിൻ്റെ അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ കപ്പൽ മുക്കിക്കൊണ്ടുള്ള ഇറാനെതിരായ നീക്കമാണ് ലോകത്തെ ആകെ അന്തിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കക്ഷികളായ രാജ്യത്തിൻ്റെ പരിധിക്ക് പുറത്തുള്ള കപ്പൽ മുക്കി മനുഷ്യരെ കൊല്ലുന്ന അസാധാരണ പരിപാടിയാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത്. ഇറാൻ യുദ്ധം അപകടകരമായ മാനമുള്ളതായി ഇതോടെ മാറി. ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് മിലാൻ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോവുകയായിരുന്ന ഇറാൻ കപ്പലാണ് അമേരിക്ക മുക്കിയത്. ആണവ മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് മുക്കി എന്നാണ് നിഗമനം. എന്നാൽ ഇന്ത്യയുടെ സഹായത്തോടെ ചെയ്തതാണ് എന്ന് അമേരിക്കയുടെ ഉദ്യോഗസ്ഥൻ തന്നെ അവകാശപ്പെടുന്ന അസാധാരണ കാഴ്ചയും നമ്മൾ കണ്ടു. US മുൻ പ്രതിരോധ ഉപദേഷ്ടാവ് ഡെക് മഗ് ഗ്രേക്കറിൻ്റെതായി US മാധ്യമങ്ങളിൽ വന്ന വാർത്ത ലോകത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് അപ്പോൾ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. എന്നാലും ഇന്ത്യയുടെ സൗഹൃദം ഈ യുദ്ധത്തിൽ അമേരിക്ക ദുരുപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഇന്ത്യ ഇത്തരം പ്രചരണങ്ങൾക്കെതിരെയെങ്കിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നതെങ്കിലും നമ്മുടെ അന്തസ്സിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. അയത്തുള്ള അലി ഖൊമേനിയുടെ കൊലപാതകത്തെ പോലും അപലപിക്കാതെ മോദി സർക്കാർ വിധേയപ്പെട്ടു നിൽക്കുന്നു എന്ന ആരോപണത്തിനിടയിലാണ് കപ്പൽ മുക്കിയിട്ട് അതിൽ ഇന്ത്യയെ കൂടെ കക്ഷി ചേർക്കാൻ ചില US കേന്ദ്രങ്ങൾ ശ്രമം നടത്തിയത്. പരമോന്നത നേതാവായി ഇറാൻ ആരെ നിയമിച്ചാലും തീർത്തു കളയും എന്ന് ഇറാന്റെ ഭീഷണി ഈ ഘട്ടത്തിലാണ് വന്നത്. ഇത്തരം നീചമായ യുദ്ധപ്രവൃത്തികൾ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്ത് ഇസ്രായേൽ വഴി നടത്തുന്നത് എന്താണ്? പരമോന്നത നേതാവായി ഇറാൻ ആരെ നിയമിച്ചാലും തീർത്തു കളയുമെന്നാണ് ഇസ്രായേലിൻ്റെ പുതിയ ഭീഷണി. പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഹുസൈനി ഖമനേയിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. അവരുടെ പുതിയ പരമോന്നത നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ വാർത്തകൾ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിൻ്റെ ഈ നീക്കം. ഇസ്രായേലിനെ നശിപ്പിക്കാനും അമേരിക്കയെയും സ്വതന്ത്ര ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ജനതയെ അടിച്ചമർത്താനുമുള്ള പദ്ധതിയുമായി നിയമിക്കപ്പെടുന്ന ഓരോ നേതാവും ഉന്മൂലനത്തിന് വിധേയമാക്കപ്പെടും എന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. അതിന് അയാളുടെ പേരോ അയാളുടെ ഒളിസ്ഥലമോ ഒന്നും പ്രശ്നമല്ല എന്നും ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു. അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പുതിയ നറേറ്റീവ്സിന് തുടക്കമിടുകയാണ്. ഇനിയും വരുന്ന ആൾ അതാരായാലും അത് ഇത്തരത്തിലുള്ള ലക്ഷ്യത്തോടുകൂടി വരുന്ന ആളാണ് എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇസ്രായേലിനെതിരെ, ഒപ്പം അമേരിക്കക്കെതിരെ, ഒപ്പം ഇറാനിലെ ജനതയ്ക്കെതിരെ. ഇറാനിലെ ജനതയ്ക്കെതിരെയാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതിന് ശേഷം ഇറാനിൽ ഏകപക്ഷീയമായി അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഉണ്ടാകും എന്ന് അവർ കരുതിയ പ്രക്ഷോഭമോ പ്രതിഷേധമോ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇറാൻ മുൻകാലത്തേതിനേക്കാൾ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പൊതു സമൂഹത്തിൻ്റെ ചിത്രമായി മാറി എന്നുള്ളതാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ഇതേസമയം യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മനുഷ്യക്കുരുതി ലോകത്തെ ആശങ്കപ്പെടുത്തും വിധം ഉയരുകയാണ്. ഇറാനിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1045 എന്നാണ് ഒടുവിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കണക്ക്. ഇസ്രായേലിൽ ഇതുവരെ 11 പേർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച US താവളങ്ങൾ ലക്ഷ്യമിട്ട് 40ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തതായി IRGC അവകാശപ്പെട്ടുവെങ്കിലും അതിൻ്റെ ദുരന്തം എത്രത്തോളമാണ് എന്ന് വ്യക്തമായിട്ടില്ല. എന്നാൽ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറാന്റെ കപ്പൽ മുക്കി 87 പേരെ കൊന്നതടക്കം അവരുടെ പരമോന്നത നേതാവ് ഉൾപ്പെടെ 1045 കൊലപാതകമാണ് അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിൽ ഇതുവരെ നടത്തിയത്. അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ അതൊരു കണക്കേയല്ല, 1000 ഒരെണ്ണമേയല്ല. ഇസ്രായേലിനും നെതന്യാഹുവിനാണെങ്കിൽ പറയുകയേ വേണ്ട. ഗാസയിൽ അയാളുടെ സൈന്യം കൊന്ന മനുഷ്യരുടെ എണ്ണം പ്രത്യേകം പറയണ്ടല്ലോ. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിന്ന് മടങ്ങുമ്പോൾ കപ്പൽ മുക്കുകയാണെങ്കിൽ ഇറാനികളെ അമേരിക്കയും ഇസ്രായേലും എവിടെ കിട്ടിയാലും കൊല്ലും എന്ന മൂഡിലേക്ക് യുദ്ധം മാറുകയാണ്. അതിൻ്റെ ഭാഗമായി എങ്ങനെ അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിലേക്ക് ഇറാൻ ടീമിനെ അയക്കുമെന്ന ആശങ്ക ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഇറാൻ കളിക്കാൻ അമേരിക്കയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന ചോദ്യവും വരുന്നു. ഇറാൻ ലോകകപ്പിൽ കളിക്കുമോ ഇല്ലയോ എന്നതൊന്നും താൻ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നാണ് ട്രംപ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. അതൊന്നും എൻ്റെ വിഷയമല്ല. ഇറാൻ വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു രാജ്യമാണ്. അവർ ഗതിയില്ലാതെ അലയുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ലോകകപ്പിൽ ഇറാൻ പങ്കെടുക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ്. US ആതിഥേയ രാജ്യമായതിനാൽ അവിടേക്ക് പോയി ഇറാൻ ലോകകപ്പ് കളിക്കുമോ എന്ന് അവർ ഔദ്യോഗികമായി ഉറപ്പിച്ചിട്ടുമില്ല. ഇറാൻ പൗരർക്ക് യാത്രാവിലക്കുണ്ടെങ്കിലും കായിക താരങ്ങൾക്ക് നിലവിൽ ഇളവുണ്ട്. സംഘർഷത്തിന്
സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ US കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിലാണ് ഇറാൻ. ബെൽജിയം, ഈജിപ്ത്, ന്യൂസിലാൻഡ് ടീമുകളാണ് മറ്റംഗങ്ങൾ. ഇറാന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ US-ലാണ്. ലോകകപ്പിൽ കളിക്കുന്ന കാര്യം ഉറപ്പില്ലെന്നാണ് ഫുട്ബോൾ അധികൃതരെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഉൾപ്പെടെ 12 രാജ്യങ്ങൾക്ക് നിലവിൽ US-ലേക്ക് യാത്രാവിലക്കുണ്ട്. അതുകൊണ്ട് ഇറാൻ പൗരർക്ക് അമേരിക്കയിൽ വെച്ച് കളിക്കാനും കഴിയില്ല. കഴിഞ്ഞ ജൂണിലാണ് ഡൊണാൾഡ് ട്രംപ് വിലക്ക് കൊണ്ടുവന്നത്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നിവയ്ക്കാണ് വിലക്ക്. ക്യൂബ അടക്കം 7 രാജ്യങ്ങളിലെ പൗരർക്ക് ഭാഗികമായ വിലക്കും ട്രംപിൻ്റെതായി ഉണ്ട്. ഈ സാഹചര്യത്തിൽ US-ലേക്കുള്ള ഇറാൻ കളിക്കാരുടെ യാത്ര സുരക്ഷിതമായിരിക്കില്ല എന്ന വിലയിരുത്തലാണ് വരുന്നത്. ഇതേസമയം ഇറാനിൽ ഇനി അഥവാ ഇസ്രായേലും US-ഉം ലക്ഷ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ടായാൽ, അതായത് ഭരണമാറ്റം ഉണ്ടാക്കും വിധം US-ഇസ്രായേൽ നീക്കം ഫലവത്തായാൽ എന്തായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അത് ആശങ്കാജനകമാണ് എന്ന വിലയിരുത്തലാണ് വരുന്നത്. ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ എതിരാളികളില്ലാത്ത ഒരു ഏകപക്ഷീയ ശക്തിയായി മാറുമോ എന്ന ചോദ്യം ഒരു ഭാഗത്ത്. എന്നാൽ ഇറാൻ ദുർബലമാകുന്നതോടെ ഇസ്രായേലിന് തന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പശ്ചിമേഷ്യയിൽ ഇറാന് ബദലായ ശക്തിയായി വരികയും പതിവ് രീതിയിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ ആധിപത്യം നേടും വിധം കരുത്ത് ഉണ്ടാക്കുകയും ചെയ്യും എന്ന് കരുതാൻ കഴിയില്ല. കാരണം 3 രാജ്യങ്ങളുടെ സാന്നിധ്യം അവിടെ മറ്റ് ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരും. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് ഇവ 3ഉം ഇറാൻ്റെ തകർച്ചയുണ്ടായാൽ പിന്നാലെ എന്തിനും തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർ ഇറാനൊപ്പം നിൽക്കുന്നില്ലെങ്കിലും ഇറാനുമായി അകൽച്ചയിലാണ് ഈ രാജ്യങ്ങൾ എന്നത് അവർക്ക് സൈനിക ശക്തി മുതൽക്കൂട്ടാണ് എന്നത് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ KM സീതി മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ ഇക്കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യ വിറങ്ങലിക്കുമ്പോൾ എന്ന ലേഖനത്തിൽ അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാൻ വല്ലാതെ ദുർബലമായാൽ ആ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സ്വന്തം നിലയിൽ ശ്രമിക്കും. ഗൾഫ് മേഖലയുടെ സ്ഥിരത ഉറപ്പാക്കുന്ന പ്രധാന ശക്തിയായി സൗദി അറേബ്യ സ്വയം അവതരിപ്പിക്കും. മേഖലയിലെ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഊർജ്ജ നിലയങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സൗദി മുൻകൈയെടുക്കും. ഒരു രാജ്യം എന്ന നിലയിലുള്ള ഇറാനെ അല്ല സൗദി ഭയപ്പെടുന്നത്. നിയന്ത്രണമില്ലാത്തതും മുറിവേറ്റതുമായ അവസ്ഥയിലുള്ള ഇറാൻ നടത്തുന്ന അപ്രതീക്ഷിത ആക്രമണങ്ങളെയും അത് വിപണിയിൽ ഉണ്ടാക്കുന്ന പരിഭ്രാന്തിയെയും ആണ്. തുർക്കി തങ്ങളുടെ ശ്രദ്ധ വടക്കോട്ടും കിഴക്കോട്ടും കേന്ദ്രീകരിക്കും. അതായത് ഇറാഖ്, സിറിയ അതിർത്തികൾ, കുർദിഷ് രാഷ്ട്രീയം എന്നിവയിൽ. ഇറാന്റെ ശ്രദ്ധ മാറുമ്പോൾ തങ്ങളുടെ സുരക്ഷാ മേഖലകൾ വ്യാപിപ്പിക്കാനും ചർച്ചകളിൽ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനും തുർക്കിക്ക് കൂടുതൽ അവസരം ലഭിക്കും. കൂടാതെ മേഖലയിലെ പ്രധാന നയതന്ത്ര ഗതാഗത കേന്ദ്രമായി മാറാനും തുർക്കി ശ്രമിക്കും. ചെങ്കടലിലെയും സൂയസ് കനാലിലെയും സാമ്പത്തിക സുരക്ഷയിലായിരിക്കും ഈജിപ്തിൻ്റെ പ്രധാന ശ്രദ്ധ. അതോടൊപ്പം പശ്ചിമേഷ്യയുടെ ഭാവി അമേരിക്കയും ഇസ്രായേലും മാത്രം തീരുമാനിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ നയതന്ത്ര ചർച്ചകളിൽ ഒരു പ്രധാന സ്ഥാനം നേടാനും ഈജിപ്ത് ശ്രമിക്കും. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ തകർച്ച എന്നാൽ സമാധാനം അല്ല, അതൊരു വലിയ മാറ്റത്തിനും മത്സരത്തിനുമാണ് വഴി തുറക്കുന്നത്. ഇറാഖിലും ഗൾഫ് മേഖലയിലും ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കിടയിലും അത് പ്രാദേശിക യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കും. ലോക സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തന്നെ കടുത്ത സമ്മർദ്ദത്തിലായി കഴിഞ്ഞു. എണ്ണ വിലയിലുണ്ടാകുന്ന കുതിച്ചുചാട്ടം ആർക്കും പ്രവചിക്കാനാവില്ല. വർധന ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെയാണ് ആദ്യം ബാധിക്കുക. ഊർജ്ജ പ്രതിസന്ധിയും വൻ ശക്തികൾ തമ്മിലുള്ള മത്സരവും ചേർന്ന് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്ന ഘട്ടത്തിലാണ് ഇന്ന് പശ്ചിമേഷ്യ. ഇറാൻ ക്രമബദ്ധമായ ഒരു മാറ്റത്തിലേക്ക് കടക്കുമോ അതോ മേഖലയാകെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അസ്ഥിരതയിലേക്ക് വീഴുമോ എന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും എന്നാണ് KM സീതി എഴുതുന്നത്. ഇറാന്റെ തകർച്ച US ഇടപെടലുകൾ ആഗ്രഹിക്കാതെ സ്വന്തം നിലപാടുമായി മുന്നോട്ടു പോകുന്ന രാജ്യങ്ങളെ കാര്യമായി ബാധിക്കും എന്നുറപ്പാണ്. ചൈന, ഉത്തര കൊറിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ നിലവിലെ സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ, ചൈനീസ് ആയുധങ്ങളാണ് ഇറാന്റെ ഒരു ബലം. അതേസമയം ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ തങ്ങളുടെ മേലെ വന്നാൽ ഒരൊറ്റ മിസൈലിൽ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുമെന്ന പഞ്ച് ഡയലോഗിലൂടെ കയ്യടി നേടിയതും കഴിഞ്ഞ ദിവസമാണ്. ഇറാൻ തകരുകയും പാശ്ചാത്യ ആഭിമുഖ്യമുള്ള രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ കരുത്താർജിക്കുകയും ചെയ്താൽ സ്വതന്ത്രമായ നീക്കങ്ങൾക്ക് അത് വിഘാതമുണ്ടാക്കും. US-ഉം ഇസ്രായേലും പശ്ചിമേഷ്യയിൽ അഴിഞ്ഞാടാൻ തുടങ്ങിയാൽ അത് ലോകത്തിൻ്റെ ആകെ തന്നെ ക്രമത്തെ ബാധിക്കും എന്നുറപ്പാണ്. ഇറാൻ തകർക്കപ്പെടുന്നതോടെ പശ്ചിമേഷ്യയുടെ സ്ഥിരമായ സമാധാനം അകലെയാകും എന്ന് ആശങ്കപ്പെടുന്നതും ഈ കാരണത്താലാണ്. അമേരിക്ക തിരുവച്ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ കോളനിക്ക് സമാനമായ നിലയിലേക്ക് രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ സായുധമായി കീഴടക്കി അധികാരം സ്ഥാപിക്കുന്ന വണ്ണം ആധുനിക സാമ്രാജ്യ ശക്തിയായി അവർ സ്വയം അവരോധിക്കുന്ന നില ആശങ്കാജനകമായി
ആയുധമായി മാറും. രാഷ്ട്രങ്ങളുടെ പരമാധികാരം എന്ന സങ്കല്പത്തെ തന്നെ പഴങ്കഥയാക്കിക്കൊണ്ടുള്ള നീക്കം കരുത്തോടെ എതിർക്കാൻ നിലനിന്നിരുന്ന ഇറാന്റെ തകർച്ച അതുകൊണ്ട് തന്നെ അവർ കാലങ്ങളായി ആഗ്രഹിക്കുന്നതുമാണ്. കപ്പൽ വരെ മുക്കി ഈ യുദ്ധം എങ്ങോട്ട് കൊണ്ടെത്തിക്കും എന്നാണ് ചോദ്യം. ഇതേസമയം ഇറാൻ തങ്ങൾ യഥാർത്ഥ യുദ്ധം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്ന പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതും ലോകത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. നന്ദി, നമസ്കാരം.